വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഭയങ്കര ചവറൊക്കെ ആയിരുന്നു. ഈ മഴയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാതിരിക്കുകയായിരുന്നു. കണ്ടോ, കുറേ ഞങ്ങൾ തൂത്ത് ഇട്ടു. വേണ്ടോ, നല്ല കിണറിൻ്റെ സൈഡിൽ മേളിൽ നിന്ന് മണ്ണെല്ലാം ഇടിഞ്ഞു വന്ന് വീണ് കിടന്നതാണ്. ആ മണ്ണ് കൊച്ചു ചേച്ചനാണെങ്കിൽ ഒരു ചട്ടിക്കകത്ത് കോരിയെടുക്കുക. നല്ല വളമുള്ള മണ്ണാണ്. ഉണ്ടോ, നിറച്ചും ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. മഴ പെയ്ത ഒരു പരുവമായിരുന്നു പരിസരമൊക്കെ. തേങ്ങ പൊതിച്ചതെല്ലാം കൂടി ഇട്ടേക്കുന്നത് മഴ പെയ്തപ്പോഴത്തേനെല്ലാം ഒരു ഇതായി. ഇതെല്ലാം ഇനി മാറ്റണം. കുറേ ബാക്ക് സൈഡൊക്കെ ഒരു പരുവായി. ഇപ്പോൾ അടുപ്പിച്ച് ഭയങ്കര മഴയല്ലായിരുന്നോ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. ഇത് ചാമ്പിൽ കോരി വെച്ചിരിക്കുന്നതാണ്. ഉണ്ടോ, നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടി കോരി വെച്ചിരിക്കുന്നതാണ്. മേളിൽ കയറ്റം ഇതായി കിടക്കുന്നതുകൊണ്ട് മണ്ണെല്ലാം ഇടിഞ്ഞ് താഴോട്ടങ്ങ് വീഴും. നമ്മളെത്ര ക്ലീനാക്കിയിട്ടാലും പിന്നെയും ഇനി ഇതെല്ലാം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് നല്ലതായിട്ട് പ്രോപ്പറായിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം നല്ല വളമുള്ള മണ്ണാണ് കേട്ടോ. നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് യൂസ് ചെയ്താൽ നല്ലതാണ്. ഇതെല്ലാം നല്ല മണ്ണാണ് അല്ലേ. നമുക്ക് മറ്റേ ഇതിനെ കൊള്ളാം അല്ലയോ. മേളിൽ നിന്നെല്ലാം ഒഴുകി വരുന്നതാണ്. നമ്മളിന്ന് കഴിഞ്ഞ പ്രാവശ്യം വൃത്തിയാക്കിയതേ ഉള്ളായിരുന്നു. ഈ അതിച്ച മഴ ഇങ്ങോട്ട് വരുമ്പോൾ അതെല്ലാം മണ്ണ് ഒലിച്ചിങ്ങി വരും. നല്ല മണ്ണാണ്. നമ്മൾ കുറേ എടുത്തു അല്ലേ, 3-4 ചട്ടി എടുത്തുകൊണ്ട് പോയി ഇല്ലേ ചേച്ചാ? 6ാമത്തെ ചട്ടിയാണോ? നല്ല സൂപ്പർ മണ്ണാണ് കേട്ടോ ഇത്. പിന്നെ ഇനി വേണോ? ഓക്കെ.